നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കു പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക അത് ശക്തമാണെന്ന്. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും നിന്നിൽ ആവാഹിക്കുക, അർപ്പിക്കുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒന്നിനുമാകില്ല. ജീവിതത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നയിക്കാനാകും. നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴികാട്ടാൻ കഴിയും. സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ എപ്പോഴും മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടുന്നുണ്ട്. അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കായി തുറക്കപ്പെട്ട വാതിൽ നമ്മൾ കാണാതെ പോകുന്നത്. ബലം ഒരെണ്ണമേ ഉള്ളൂ. മനോബലം സമസ്ത രോഗത്തിനുമുള്ള ഔഷധമാണിത്. അധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിലും നല്ലതാണ് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നത്. വിവേകം താനേ വരില്ല. യത്നിക്കണം, ധാരാളം വായിക്കണം. നിങ്ങൾക്കൊരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവർ ആണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്.